Find the Fourier series expansion of f of x equal to x square in the range minus pi less than x less than pi. Hence show that 1 minus 1 by 2 square plus 1 by 3 square minus 1 by 4 square etc. equal to pi square by 2. നിങ്ങൾ ഈ സെയിം ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയറിന്റെ 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിട്ടുണ്ടോ? obtain the Fourier series expansion for f of x equal to x square minus pi less than x less than pi. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് നമ്മൾ അതിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം അതേത് വീഡിയോ ആയിരുന്നെന്ന്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ കിട്ടിയത് മനസ്സിലാവും. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു pi square by 3 plus summation n equal to 1 to infinity 4 by n square minus 1 raised to n cos nx. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 3 പ്ലസ് summation of n equal to 1 to infinity 4 by n square minus 1 raised to n cos nx ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എന്താ വരുന്നത്? 1 മൈനസ് 1 ബൈ 2 സ്ക്വയർ പ്ലസ് 1 ബൈ 3 സ്ക്വയർ മൈനസ് 1 ബൈ 4 സ്ക്വയർ. അപ്പൊ നിങ്ങൾക്ക് ഈ എൻ സ്ക്വയർ അതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, മൈനസ് 1 റേസ് ടു ഒന്നുള്ള എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് 1 റേസ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിന് ആദ്യം 1 കൊടുക്കുമ്പോൾ എന്താവും? നെഗറ്റീവ്, പിന്നെ പ്ലസ്, അങ്ങനെ. അപ്പോ നമ്മൾ കോസ് എൻ എക്സിന് എന്ത് വാല്യൂ കൊടുത്തിരിക്കണം? അതൊരു മൈനസ് 1 റേസ് ടു വന്നു കഴിഞ്ഞാൽ എന്താവും? ആ നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഇവിടെ ആൾട്ടർനേറ്റീവ് ആയിട്ട് നെഗറ്റീവ് വരുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഇനി എന്താവില്ല? പൈ ആവില്ല നമ്മുടെ വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് 0 കൊടുത്ത് നോക്കാം ആദ്യം. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ എക്സിന് എന്തായിരിക്കും വാല്യൂ കൊടുക്കാൻ പറ്റുക? നിങ്ങൾക്ക് 2 പൈ കൊടുത്തു നോക്കാം. കാരണം എന്താ? കോസ് എൻ 2 പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആയിട്ട് കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വാല്യൂ കൊടുക്കുക. എക്സിന് 0 കൊടുത്തു. 0 ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 3 പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 4 ബൈ എൻ സ്ക്വയർ മൈനസ് 1 റേസ് ടു എൻ കോസ് 0 എന്ന് വരും. കോസ് 0ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ അത് പോയി. ഇപ്പൊ ഈ പൈ സ്ക്വയറിന്റെ വാല്യൂ പൈ സ്ക്വയർ ബൈ 3നെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകണം. മൈനസ് പൈ സ്ക്വയർ ബൈ 3. ഇനി എന്ത് ചെയ്യണം? ഈ വാല്യൂനെ എക്സ്പാൻഡ് ചെയ്യാം. എന്നിന് ആദ്യം ഞാൻ 1 കൊടുത്തു. അപ്പൊ 4 ബൈ 1 മൈനസ് 1 റേസ് ടു 1 പ്ലസ് ഇനി എന്ത് ചെയ്യുക? എന്നിന് 2 കൊടുക്കുക. അപ്പൊ 4 ബൈ 2 സ്ക്വയർ മൈനസ് 1 റേസ് ടു 2 പ്ലസ് 4 ബൈ 3 സ്ക്വയർ മൈനസ് 1 റേസ് ടു 3 എക്സെട്ര. ഓക്കെ, വേണമെങ്കിൽ 4ന്റെ കൂടി ചെയ്താൽ 4 ബൈ 4 സ്ക്വയർ മൈനസ് 1 റേസ് ടു 4. ഓക്കെ, ഇതിലെല്ലാത്തിലും 4 ഉണ്ട്. അപ്പൊ നമുക്ക് ആ 4നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി കൂടെ? ദാറ്റ് ഈസ് 4 ഔട്ട് സൈഡ് എടുത്തു. അതുപോലെ തന്നെ എന്താണ് എനിക്ക് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുന്നത്? ആദ്യത്തെ ടേമിൽ തന്നെ -1 ഉണ്ട്. നമ്മുടെ ഈ ഒരു എക്സ്പ്രഷൻ തന്നതിൽ എന്താണ്? 1നെ മൈനസ് ഇല്ല, അതായത് ഫസ്റ്റ് ടേമിൽ മൈനസ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? എനിക്ക് മൈനസും പുറത്തേക്ക് എടുക്കാം. ഞാൻ എന്ത് ചെയ്തു? -4നെ ഔട്ട് സൈഡ് എടുക്കാൻ പോവാ. അപ്പൊ ആദ്യത്തെ ടേമിൽ പിന്നെ എന്താ ഉള്ളത്? 1 ആണ് ഉള്ളത്. ഓക്കെ, രണ്ടാമത്തെ ടേം നോക്കിയേ. 4 ബൈ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ 4 കൊടുത്തിട്ടുണ്ട്, -1 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു -1 ബാക്കിയുണ്ട്, പിന്നെ 2 സ്ക്വയർ ഉണ്ട്. അപ്പൊ എന്തെന്ന് വരും? -1 ബൈ 2 സ്ക്വയർ. അടുത്തതിന് ഔട്ട് സൈഡ് എടുത്താൽ +1 ബൈ 3 സ്ക്വയർ -1 ബൈ 4 സ്ക്വയർ എക്സെട്ര. നിന്റെ ലെഫ്റ്റ് സൈഡ് എന്താ? -5 സ്ക്വയർ ബൈ 3 അല്ലേ? -4 ഇങ്ങോട്ട് താഴത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ -5 സ്ക്വയർ ബൈ 3 ഇൻറ്റു -4 ഈക്വൽ ടു 1 മൈനസ് 1 ബൈ 2 സ്ക്വയർ പ്ലസ് 1 ബൈ 3 സ്ക്വയർ മൈനസ് 1 ബൈ 4 സ്ക്വയർ എക്സെട്ര എന്ന് കിട്ടും അല്ലേ? അതായത് പൈ സ്ക്വയർ ബൈ 12 ഈക്വൽ ടു 1 മൈനസ് 1 ബൈ 2 സ്ക്വയർ പ്ലസ് 1 ബൈ 3 സ്ക്വയർ മൈനസ് 1 ബൈ 4 സ്ക്വയർ എക്സെട്ര. ഇത്രയല്ലേ ഉള്ളൂ.